ഹലോ, നമ്മുടെ പെറ്റ്സിന് വോമിറ്റിംഗ് വരാൻ നേരത്ത് നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഡോക്ടർ നമുക്ക് പ്രത്യേകം ചോദിക്കും നമ്മുടെ പെറ്റ് എന്ത് കളറിലാണ് വോമിറ്റ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ പെറ്റ്സിൻ്റെ വോമിറ്റിങ്ങിൻ്റെ കളർ നോക്കി എന്തായിരിക്കും അവരുടെ കാരണം എന്നുള്ളത് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പെറ്റ് ഒന്നോ രണ്ടോ വട്ടം വോമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതൊരു മൂന്നോ നാലോ വട്ടം ഒരു ദിവസം ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ എമർജൻസി ആയിട്ട് ഒരു ഡോക്ടറെ കാണേണ്ടതാണ്. അപ്പം നമ്മുടെ പെറ്റ് ഇപ്പം വെള്ളം പോലെയാണ് വോമിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളം കൂടുതൽ കുടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് കൊണ്ടോ ആവാൻ സാധ്യതയുണ്ട്. ഇനി അതൊരു ഈ വൈറ്റ് കളറിലെ പത പോലെയാണ് വോമിറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പെറ്റ്സിന്റെ വയറ് കാലിയായിരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ട്രാവൽ ചെയ്തതിന്റെ സിക്നസ് കൊണ്ടോ അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസും കൊണ്ടാവാം ഇങ്ങനെ ഒരു വോമിറ്റിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ യെല്ലോ കളർ ആണെങ്കിൽ നമ്മുടെ പെറ്റ്സിന് ബൈൽ സെക്രീഷൻ കൂടുന്നത് കൊണ്ടോ ആവാം, അല്ലെങ്കിൽ പാൻക്രിയാറ്റൈറ്റിസിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ കൊണ്ടായിരിക്കും യെല്ലോ കളറിലെ വോമിറ്റിംഗ് കാണാൻ സാധിക്കുന്നത്. ഇനി അതൊരു റെഡ് ടു ബ്രൗൺ കളറിലേക്ക് ആവുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ പെറ്റ്സിന്റെ ഉള്ളിൽ എന്തെങ്കിലും പോയിസൺ പോയതുകൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇന്റേണൽ ബ്ലീഡിങ്, അതായത് എന്തെങ്കിലും സൂചിയോ അല്ലെങ്കിൽ പിന്നോ പോലത്തെ സംഭവങ്ങൾ ഉള്ളിലേക്ക് ചെല്ലുന്നതുകൊണ്ടും ഈ റെഡ് കളറിലൊക്കെ വോമിറ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ടിക് ഫീവറിന്റെ കേസിലും നമ്മുടെ പെറ്റ്സ് റെഡ് കളറിലായിരിക്കും വോമിറ്റ് ചെയ്യുന്നത്.